ആരാ ഫ്ലെക്സ് വെച്ചത്? നമ്മൾ വിചാരിക്കും കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും പോയി ചെയ്തതാണെന്ന്. അല്ല, ഫ്ലെക്സ് വെച്ചത് ഒരു CPM നേതാവ് മുഹമ്മദ് അരവശ്ശേരി. ഈ മുഹമ്മദ് അരവശ്ശേരി ആ ഫ്ലെക്സ് അവിടെ കൊണ്ടുപോയിക്കുന്ന ദൃശ്യങ്ങൾ നല്ല പേഷായിട്ട് ക്യാമറയിൽ അങ്ങ് പതിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുന്നത്, അല്ലേ? പാവം കോൺഗ്രസുകാർ എന്ത് പഠിച്ചു, പാവം കെ സി വേണുഗോപാൽ എന്ത് പഠിച്ചു, അവിടെയുള്ള പ്രവർത്തകർ എന്ത് പഠിച്ചു. CPM നേതാവായ മുഹമ്മദ് അരവശ്ശേരിയുടെ കുത്തിത്തിരിപ്പ് പരിപാടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് അരവശ്ശേരിയുടെ ശബ്ദ സന്ദേശം കോൺഗ്രസ് പുറത്തുവിട്ടു. ക്യാമറയുണ്ടെന്ന കാര്യം അറിഞ്ഞില്ല എന്നാണ് മുഹമ്മദ് പറയുന്നത്. ദേഷ്യമുള്ള കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാനാണ് ചെയ്തതെന്നും വിശദീകരണമുണ്ട്. അടിപൊളി, നമുക്കൊന്ന് കേട്ടിട്ട്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരെ ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. ഞാനൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. ജർക്കൽ മൊബൈൽ ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ക്യാമറ വന്നിട്ടുള്ളത്. ആദ്യം അവിടെ ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ ധൈര്യത്തിലാണ് അവിടെ സാധനം വെച്ചത്. ചൂടാ, ഇങ്ങനെ മുഹമ്മദ് അരവശ്ശേരിയെ പറ്റിക്കാമോ? ക്യാമറ കേടാണെന്ന് പറഞ്ഞു, ആ വിശ്വാസത്തിലാണ് അവിടെ കൊണ്ട് പോസ്റ്റർ വെച്ചത്. വല്ല കാര്യമുണ്ട്. എന്നിട്ട് നൽകുന്ന വിശദീകരണമേ എന്റെ കാൽവാക്സ് മുത്തപ്പ, നിങ്ങൾ പൊറുക്കൂ മുഹമ്മദ് അരവശ്ശേരിയോട്. കോൺഗ്രസ് സപ്പോർട്ടിൽ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാലിന്റെ പോസ്റ്റർ അടിച്ച് അവിടെ കൊണ്ട് വെച്ചതെന്നാണ് പറയുന്നത്. ഇതിനെ വിപ്ലവം എന്നല്ല പറയുക, പകരം നല്ല ഒന്നാം തരം കുത്തിത്തിരിപ്പാണ് നടത്തിയത് എന്നാണ്